ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് ഈ തട്ടിപ്പും കൊള്ളയും മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അന്വേഷിക്കുന്നത് SIT അന്വേഷിക്കുന്നത് 2017 മുതൽ 25 വരെയുള്ള കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും അവിടെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വന്ന വിധി ഓർക്കുന്നില്ലേ? അവർ കോടതിയിൽ നിന്നുള്ള പരാമർശം, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുള്ള പരാമർശം ഓർക്കുന്നില്ലേ? 17 പോരാ, അത് 14ലേക്ക് പോകണം. 2014 മുതൽ 17 വരെയുള്ളതൂടെ അന്വേഷിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ മുമ്പേ മഹേഷ് പണിക്കർ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഈ പറയുന്ന 18 പടി കൊടിമരം ഇവിടെയൊക്കെയുള്ള തട്ടിപ്പുകളും പരിശോധിക്കണമെന്നാണ്. കാരണം കൊള്ളയുടെ വ്യാപ്തി ദേവസ്വം ബെഞ്ചിന് മനസ്സിലായിട്ടുണ്ട്. SITയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബെഞ്ചിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്കതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഈ 2009 നടന്ന സംഭവം 2009 നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2007 പോറ്റി സ്ഥലത്തെത്തുകയാണ്, ശബരിമലയിൽ എത്തുകയാണ്. മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലെയും ജാലഹള്ളിയിലെയും പിന്നെ ഉള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇത് അവിടെ സ്ഥലത്ത് വരുന്നത്. അവിടെ വന്നത് അവിടെ ഉണ്ടായിരുന്ന ചില തന്ത്രിമാരുടെ, ബാംഗ്ലൂർ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെ പരിചയത്തിൻ്റെ പേരിലാണ് വരുന്നത്. ഒരു പോറ്റിയുടെ കൈക്കാരനായിട്ട് വരുന്നതാണ് പറയുന്നത്. പക്ഷേ വന്ന ശേഷമാണ്, അവിടെ ശബരിമലയിൽ എത്തിയ ശേഷമാണ് ഈ ഓപ്പറേഷൻസൊക്കെ തുടങ്ങുന്നത്. സ്മാർട്ട് ക്രിയേഷൻസും അങ്ങനെയാണ് കടന്നു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് കടന്നു വരുന്നതും അങ്ങനെ തന്നെയാണ്. അവരുടെ ഈ ചെന്നൈയിലെ ആമ്പത്തൂരിലെ ആ സ്ഥാപനവും ഏതാണ്ട് ഈ സമയങ്ങളിലൊക്കെ തന്നെയാണ്. 2009 കാലഘട്ടങ്ങളിലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് ഇവർ സന്നിധാനത്ത് വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിനെ തട്ടിപ്പിന് കൃത്യമായൊരു കളം പോറ്റിയും ഒക്കെ ചേർന്ന് ഒരുക്കി കൊടുക്കുകയാണ്. പക്ഷേ ഇവരെ സംശയത്തിൻ്റെ നിഴലിൽ വരാതിരുന്നതിൻ്റെ കാരണം മുമ്പേ പറഞ്ഞതുപോലെയാണ്, ഇവർ വലിയ കൊള്ളാവുന്ന സ്ഥാപനമാണെന്ന് 2025 വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അന്വേഷണം ഇവരിലേക്ക് എത്തിയ ശേഷം, ഈ സ്മാർട്ട് ക്രിയേഷൻ സംശയത്തിൻ്റെ നിഴലിലായ ശേഷമാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് എന്തെല്ലാമാണ് അന്വേഷണങ്ങൾ വഴിതെറ്റിക്കാൻ അവർ ശ്രമിച്ചത്? അവരുടെ അഭിഭാഷകൻ വന്ന് പറഞ്ഞ് സൂചിപ്പിച്ച കാര്യങ്ങൾ അല്ലേ? ചെമ്പിൽ മാത്രമേ, ഒരിക്കൽ പൂശിയ മെറ്റലിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതായിരുന്നു അഭിഭാഷകൻ്റെ വാദം വന്നത്. അത് SIT പൊളിച്ചു. ആ വാദം SIT പൊളിച്ചു. അവരവിടെ ചെന്ന് കണ്ടെത്തി. അവരവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന എന്താണ്? അവർ കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്ട് 125 കിലോ പവൻ സ്വർണം ഇവർ ആ പാളിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 9-10 കിലോ ഓളം സ്വർണം, 10 പവനോളം സ്വർണം ഇവർ പണിക്കൂലിയായിട്ട് മാറ്റി. ബാക്കി വരുന്ന ഏതാണ്ട് 50 പവൻ സ്വർണ്ണമാണ് ഈ ഗോവർദ്ധന് വിറ്റിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് കണക്കേതാണ്ട് ശരിയാണ്. വിജയ് മല്യ പറഞ്ഞതും മുമ്പേ അവരുമായിട്ട് ഒപ്പിട്ട കരാറിലെ കണക്കുകൾ ശരിയാണ്. ഏതാണ്ട് 1.5 കിലോ സ്വർണ്ണം അതിനകത്തുണ്ടായിരുന്നു. അത് വളരെ സത്യമായിട്ട് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഉപദേവതകളിലേക്ക് ഇത് വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ശരിക്കും വിജയ് മല്യ ഉദ്ദേശിച്ചിരുന്നത് ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയുക എന്നുള്ളതായിരുന്നു. അതാണ് അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അതായിരുന്നു ആ വഴിപാടിനകത്തിൽ ആ കരാറിലെ ആദ്യത്തെ രേഖ അത് അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷമാണ് ശ്രീകോവിൽ ഇതെല്ലാം പൊതിഞ്ഞ ശേഷമാണ് ഒരു ദേവസ്വം ബോർഡിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ടായതാണ്. പ്രസിഡന്റ് അടക്കമുള്ള ആളുകളിൽ നിന്നൊരു അഭിപ്രായം ഉണ്ടായി, നമ്മൾ ഗണപതിക്ക് ആദ്യം എന്തെങ്കിലും കൊടുക്കണം. ഒരു സമർപ്പണം നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, കന്നിമൂലയിലിരിക്കുന്ന ഗണപതിയാണ്, ഗണപതിക്ക് വേണം ആദ്യത്തെ സമർപ്പണം കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ ഗണപതിക്കൂടെ എന്തെങ്കിലും ഒരു വഴിപാട് അവിടെ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിജയ് മല്യ അത് തീരുമാനിക്കുന്നത്. താഴികക്കുടം, അവിടെ ഉണ്ടായിരുന്ന ഒരു താഴികക്കുടം സ്വർണം പൊതിയാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ തൊട്ടടുത്ത് നാഗരാജാവുണ്ട്. കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മാളികപ്പുറത്തേക്ക് പോകുന്നത്. അപ്പം നാഗരാജാവിൻ്റെയും താഴികക്കുടം സ്വർണം പൊതിയാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അത് രണ്ടും വരുന്നത്. പിന്നെ മറ്റ് 3 താഴികക്കുടങ്ങൾ ശ്രീകോവിലിൻ്റെ മുകളിലുള്ള താഴികക്കുടങ്ങളാണ്. ഈ 3 താഴികക്കുടങ്ങളിലായിട്ടാണ് മുമ്പേ മാധു സൂചിപ്പിച്ചതുപോലെ ഉള്ള സ്വർണം അവിടെ വന്നിരിക്കുന്നത്. ഏതാണ്ട് 1.5 കിലോളം സ്വർണം, 1230 ഗ്രാം സ്വർണം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇന്ന് ഈ വാർത്ത പുറത്തുവിടുന്ന സമയത്ത് നമ്മൾ ഇന്ന് ശബരിമലയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ നമുക്ക് കൃത്യമായി ഈ കലശങ്ങളടക്കം കാണാൻ കഴിയും. അതിൽ ഗണപതി സ്ഥാനത്തുള്ളതും നാഗരനടയിലുള്ള താഴികക്കുടവും നമുക്ക് കാണാൻ കഴിയും. ശ്രീകോവിലിന് മുകളിലുള്ള ഈ കലശങ്ങളും കാണാൻ കഴിയും. അവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അതായത് ശ്രീകോവിലിന് മുകൾ വശത്ത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെയുള്ള ആ കലശങ്ങൾക്കുള്ള തിളക്കം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. പക്ഷേ ഇപ്പുറത്ത് ഈ ഉപദേവതാ സ്ഥാനങ്ങളിലുള്ള കലശങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും. ശ്രീ എ പത്മകുമാറൊക്കെ പറഞ്ഞതായതുകൊണ്ട് നമുക്കും പറയാമല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിലെ ചെമ്പേതാണ് പൊന്നേതാണെന്ന്. ഉറപ്പായിട്ടും ഞാൻ കണ്ടതാണ് ഈ കലശം, ഞാൻ കണ്ടതാണ്. ഈ 5 കലശങ്ങൾ ഞാൻ കണ്ടതാണ്. ശ്രീകോവിലിൻ്റെ മുകളിലുണ്ടായിരുന്ന 3 കലശങ്ങൾ
അതിന് സാക്ഷാ വിജയമല്യ തന്നെ വന്നിരുന്നു കേട്ടോ. വിജയമല്യ തന്നെ വന്നിരുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയ്ക്കുള്ള കലശ ആ സമയത്താണ് അതിൻ്റെ മുഹൂർത്തം നിശ്ചയിച്ചിരുന്നത്. അപ്പം വിജയമല്യ വരാൻ പമ്പയിൽ ഇച്ചിരി താമസിച്ചു പോയി. പക്ഷെ അത് ഓടിക്കയറുകയായിരുന്നു. മുഹൂർത്തം തെറ്റരുതെന്ന് കരുതിയിട്ട് ആ 45-50 വയസ്സ് കണ്ട സമയത്തുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഓടിക്കയറി മുഹൂർത്തം തെറ്റാതെ സന്നിധാനത്ത് ഓടിയെത്തിയ ആളാണ് വിജയമല്യ. നമ്മളൊക്കെ ആ കാഴ്ചകളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സ്വർണ്ണ ആ താഴികക്കുടങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതേപോലെ തന്നെയായിരുന്നു ഇവിടെ. പിന്നെ കന്നിമൂല ഗണപതിയുടെയും പിന്നെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുള്ള പിന്നെ ക്ഷേത്രങ്ങളും അത് തന്നെയായിരുന്നു, ഉപദേവതാ ക്ഷേത്രങ്ങളും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷമാണ് 2009 ഈ തട്ടിപ്പുകളൊക്കെ അവിടെ അരങ്ങേറുന്നുള്ളത്. അത് സ്മാർട്ട് ക്രിയേഷൻസ് അവർ ബോധപൂർവ്വം അവർക്കറിയാമായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില സൂചനകൾ അന്ന് വന്നത് ഇറിഡിയം എന്നുള്ള മെറ്റൽ ഇതിനകത്തിൽ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്കറിയാമല്ലോ, സ്വർണ്ണത്തിനേക്കാട്ടിൽ എത്രയോ പിന്നെ ഏതാണ്ട് 80-100 മടങ്ങ് പിന്നെ വില വരുന്ന വസ്തുവാണ് ഇറിഡിയം എന്ന് പറയുന്നത്. വളരെ അപൂർവമായ ഇതാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ചില ആരോപണങ്ങളും ചില വാർത്തകളും ഒക്കെ ആ സമയം വന്നിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ 5 താഴികക്കുടങ്ങളിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ ശ്രീകോവിലിൻ്റെ മുകളിൽ അത് പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് 2 താഴികക്കുടങ്ങളിലും അത്തരം ചില സംശയങ്ങൾ വന്നിരുന്നു. അതിനു വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള ചില സംശയങ്ങൾ വന്നിരുന്നു. വിജയമല്യ കൃത്യമായിട്ടാണ് ചെയ്തത്. വിജയമല്യ ഇതിൽ ഒന്നുപോലും പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല.